ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഓവനില്ലാതെ ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ബേക്കിംഗ് പൗഡർ ഉപ്പൊക്കെ ഇതിൻ്റെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇതുപോലൊരു തട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ മിക്സൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ ചൂടാക്കാനായിട്ട് വയ്ക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് കേക്ക് ടിന്നൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നോൺ സ്റ്റിക്ക് ആയിരുന്നാലും ബട്ടർ പേപ്പർ വെച്ച് തന്നെ കൊടുക്കണം. അലൂമിനിയം ആയിരുന്ന സൈഡിലൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. റൗണ്ടിലുള്ള കേക്ക് ടിന്നാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടയിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് അധികം വരാതിരിക്കും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ മുട്ട ഫ്ലഫി ആക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഞാനിത് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബീറ്റർ ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്താൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്ററിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുട്ടയുടെ ഇതൊന്ന് വരണം, അത്രയും മാത്രം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം ഇത്രയും പോരെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ഇവിടെ അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഞാൻ പൊടിച്ചത്, അല്ലാതെ പൊടിച്ച പഞ്ചസാരയല്ല 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക. എന്നാലാണ് എല്ലാം ഒരുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി വരുള്ളൂ. ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മുട്ട എന്നതുപോലെ ആദ്യം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ നമ്മളെടുക്കുന്ന പാത്രങ്ങളിലും ബീറ്ററിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നാലേ കേക്ക് നല്ല രീതിയിൽ വരുള്ളൂ. ഇനി ഇതിലേക്ക് 2ാമത്തെ മുട്ട കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ബട്ടറും പഞ്ചസാരയും ബീറ്റ് ചെയ്യുന്ന അത്രയും നേരം ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡർ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പകുതി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഒട്ടും തണുപ്പില്ലാത്ത പാലാണ്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കോളൂ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബാറ്ററിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് പിരിയും. എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു തടിത്തവി കൊണ്ടോ നമുക്കിതുപോലെ മിക്സ് ചെയ്യാം. പക്ഷേ വല്ലാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത്. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള മൈദയും പാലും ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചതാണിത്. ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള ചെറിയ തരിയുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം.
ഇത് ചൂടായി വരുമ്പോൾ ഒന്ന് മെൽറ്റാവും, അടിയിലേക്ക് പോവുകയും ചെയ്യും. എന്നാലും ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ടീ കേക്കിന്. ഇനി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് മൗൾഡിലേക്ക് ഇത് മാറ്റാം. ഞാനിതിവിടെ കേക്ക് മൗൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ടൊരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഗ്യാസ് സ്റ്റവിലാവുന്ന സമയത്ത് ഇതൊരു 1 മണിക്കൂറിനടുത്ത് വരും ബേക്കായി വരാനായിട്ട്. ഞാനിത് ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവരുത്. അതുപോലെ ഒരു 45 മിനിറ്റ് ആയിട്ട് മാത്രം ഇത് തുറന്ന് നോക്കിയാൽ മതി. കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്ക്യൂർ വെച്ച് നമ്മളിത് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും ആവരുത്. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് റെഡിയായിട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റാണ്, ഇതൊന്നും ആയിട്ടില്ല. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് ചൂടാറുമ്പോൾ തന്നെ നമുക്കിത് കേക്കിൻ്റെ മൗൾഡിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ അടിഭാഗം വേർതിരിക്കും. അപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ മേൽഭാഗം കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളറിലിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്നങ്ങ് മാറ്റി കൊടുക്കാം. ഇത് കട്ട് ചെയ്യുന്നത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.